ഹായ് മക്കളെ, യെസ്, ഒരു പുതിയ അധ്യയന വർഷത്തിൽ നമ്മൾ കടക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കുകയാണ് ചില മാറ്റങ്ങൾ. ഈ വർഷം നിങ്ങളിൽ സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അധ്യയന വർഷത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആദ്യത്തെ മാറ്റം നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ഹൈസ്കൂളിലെ കുട്ടികൾ നോക്കുകയാണെങ്കിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഈ വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പുതിയ മാറ്റമാണ്. ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എനിക്കറിയാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നുള്ളത്. 9ാം ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള അതും പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ കഴിഞ്ഞ വർഷം മാറിയെന്നുള്ളൂ വലിയ, എന്നാലും ഒരു പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഈ വർഷം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് മാറുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു 50% മാറ്റം വന്നു നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഫോളോ ചെയ്ത സാധനങ്ങളല്ല ഈ വർഷം ഒരു 50% പഠിക്കാനുണ്ടാവുക എന്ന ബോധ്യം കൃത്യമായി നിങ്ങൾക്ക് വേണം. ക്വസ്റ്റ്യൻ പേപ്പർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും മാറും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും മാറും. അപ്പോൾ നിങ്ങളൊരു പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ വർഷം അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നല്ലൊരു അസിസ്റ്റൻസ്, നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിലേക്കുള്ള മാർക്ക് ഈ വർഷം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ സപ്പോർട്ട് സിസ്റ്റം ചിലപ്പോൾ നിങ്ങളെ നല്ല ക്ലാസ് ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ട്യൂഷൻ സെൻറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഡ്യൂപോർട്ടിനെ പോലെയുള്ള നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് സെൻറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ കണ്ടെത്തുക. എനിക്ക് തോന്നുന്നു എഡ്യൂപോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് വേണം നല്ലൊരു അസിസ്റ്റൻസ് ഈ വർഷം നിങ്ങൾക്ക് ആവശ്യം. രണ്ടാമത്തെ കാര്യം എന്താ, നിങ്ങളുടെ സമയം മാറി. പണ്ട് സ്കൂൾ 10 മുതൽ 4 വരെയാണെങ്കിൽ 9:45 മുതൽ തുടങ്ങുന്ന സ്കൂള് വൈകുന്നേരം 4:15 വരെയാണ്. സമയം മാറി. 30 മിനിറ്റ് സ്കൂളുകൾ നിങ്ങൾ എക്സ്ട്രാ പഠിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ചുറ്റിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരൊറ്റ ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ യു വിൽ ബി ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഫെയിലറും അനുഭവിക്കാൻ വേണ്ടി വന്ന കുട്ടികൾ നിങ്ങളായിരിക്കും. കാരണം സംവിധാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ മാറേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. നമ്മൾ കൃത്യമായി വളരെ നേരം വൈകിട്ട് കടന്നുറങ്ങി, വളരെ നേരം വൈകി എണീറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴും പഠനത്തിലേക്ക് കൃത്യമായി ശ്രദ്ധ കൊണ്ടുവന്നിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ ഇനി എപ്പോഴാണ് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുക? അപ്പോൾ ഈ വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കൃത്യമായ രീതിയിൽ നല്ല മാറ്റത്തെ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ വലിയ പരാജയമാവേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ കൃത്യമായ മാറ്റങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് വെക്കുക. ഈ മാറ്റങ്ങളൊക്കെ മറികടക്കാനുള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എഡ്യൂപോണിന്റെ ബാച്ചിൽ അങ്ങ് ജോയിൻ ചെയ്തോ. അത് ലിങ്ക് ചെയ്താൽ ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏർലി ബേർഡ് ഓഫേഴ്സൊക്കെ നമ്മൾ ഈ വർഷം നിങ്ങൾക്കിപ്പോൾ ഈ വളരെ റീസെൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ റെക്കോർഡ് ക്ലാസ്, ലൈവ് സെഷൻ എല്ലാം നിങ്ങൾക്ക് അവിടെ നൽകുന്നുണ്ട്. കൃത്യമായ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ചാലഞ്ചുകൾ ഈ ഒരു വർഷം നിങ്ങളെ ഏറ്റവും നല്ലൊരു മാർക്കിലേക്ക് എത്തിച്ചു പോകാൻ സാധിക്കുന്ന ഒരു സംശയമില്ല. അപ്പോൾ വേഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള പരിപാടി നോക്കുക. അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എൻക്വയറികൾ നടത്തുക, എന്തൊക്കെയാണ് ഞങ്ങൾ നൽകാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ, രണ്ടാമത്തെ സ്റ്റഡി പ്ലാൻ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഹാൽ സാർ ഇപ്പോൾ ഓർമ്മിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓർക്കേണ്ട സമയത്ത് കൃത്യമായ കാര്യങ്ങളെ പറ്റി ഓർക്കാതെ സമയമൊക്കെ കഴിയുക, അയ്യോ അന്ന് എന്നോട് ഇതാരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല, ഞങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഒരു പുതിയ മാറ്റമാണ്, പുതിയ രീതിയാണ് വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങളും മാറിയാൽ നിങ്ങൾ വിജയിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കോൺസ്റ്റൻ്റായി നിൽക്കുകയാണെങ്കിൽ ഈ വർഷം വലിയ പരാജയം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, നല്ല മാറ്റത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരു പുതിയ അധ്യയന വർഷം, ഒരു പുതിയ തുടക്കം അടിപൊളിയായിട്ട് എന്ന് മാത്രം നിങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, മറക്കണ്ട.